ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിലേക്ക് രാജ്യം നീങ്ങുകയാണ്. ഈ ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിക്കുമെന്ന് നേരത്തെ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പല സമയങ്ങളിലായാണ് രാജ്യം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. നിരവധി തവണ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സാമ്പത്തിക ബാധ്യത കൂട്ടുമെന്നു പറഞ്ഞു. പല കാലങ്ങളിലുമായുള്ള തെരഞ്ഞെടുപ്പ് ചെലവ് വർദ്ധിക്കുന്നുവെന്നും മാത്രമല്ല രാജ്യം പുരോഗതിയിലേക്ക് തടസ്സം സൃഷ്ടിക്കുന്നുവെന്നും കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യം ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് ലക്ഷ്യമെന്നും കേന്ദ്ര സർക്കാർ പറയുന്നു. ഇത് ഇനിയും പുരോഗതിയിലേക്ക് നയിക്കുമെന്നും പറയുന്നുണ്ട്. എന്നാൽ ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ആശയം അപ്രായോഗികമാണ് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട്. ഒരേ സമയം തെരഞ്ഞെടുപ്പെന്ന ആശയം ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണെന്നും നിലവിൽ അധികാരത്തിലുള്ള സംസ്ഥാന സർക്കാരുകളുടെ നിയമസഭാ കാലാവധി വെട്ടിച്ചെറുതാക്കേണ്ടി വരുമെന്നും പറയുന്നു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന ബില്ലിനെയാണ് കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചത്. 2029ഓടെ രാജ്യം നിയമസഭ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകൾ ഒറ്റത്തവണയാക്കാനാണ് ബില്ലിലെ ലക്ഷ്യം ഇടുന്നത്. ലോകസഭയിലേക്കും നിയമസഭയിലേക്കും ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയ ശേഷം 100 ദിവസത്തിനുള്ളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്താനാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ ഉന്നതതല സമിതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിനായി ഒറ്റ വോട്ടർ പട്ടികയും ഒറ്റ തിരിച്ചറിയൽ കാർഡും വേണം. 3 ആർട്ടിക്കിളുകളിൽ ഭേദഗതി വരുത്താനും നിലവിലുള്ള ആർട്ടിക്കിളുകളിൽ 12 പുതിയ ഉപവകുപ്പുകൾ ഉൾപ്പെടുത്താനും ഉന്നതതല സമിതി നിർദ്ദേശിച്ചിരിക്കുന്നു. സമവായം ഉണ്ടാക്കാനുള്ള ശ്രമത്തിനു ശേഷം 11 ശുപാർശകളാണ് കേന്ദ്ര സർക്കാരിന് നൽകിയത്. ഈ 11 ശുപാർശകളും കേന്ദ്രമന്ത്രിസഭ പാസാക്കിയ കരടിൽ നിർണായകമാണ്. ഇവ ഏവ എന്ന് നോക്കാം. 1. ഓരോ വർഷവും ഇടയ്ക്കിടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സമ്പദ്വ്യവസ്ഥയെയും രാഷ്ട്രീയത്തെയും സമൂഹത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് പാനലിൻ്റെ നിഗമനം. ഈ അമിതഭാരം ലഘൂകരിക്കാൻ ഒരേ സമയം തെരഞ്ഞെടുപ്പ് ശുപാർശ ചെയ്യുന്നു. 2. ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് തീയതികൾ നിർണയിക്കുന്നതാണ് ആദ്യഘട്ടം. തുടർന്ന് മുനിസിപ്പൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ 100 ദിവസത്തിനുള്ളിൽ ഇവയുമായി സമന്വയിച്ചു വേണം നടത്താൻ. 3. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൂക്കുസഭയോ അവിശ്വാസ പ്രമേയമോ ഉണ്ടായാൽ പുതിയ തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വരും. എന്നാൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സഭയുടെ കാലാവധി അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് വരെ മാത്രമേ നിലനിൽക്കുവാൻ അനുവദിക്കൂ. 4. ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നതാണ് പ്രാരംഭഘട്ടം. സംസ്ഥാന ലോകസഭാ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ് 100 ദിവസത്തിനകം മുനിസിപ്പൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളാണ് രണ്ടാം ഘട്ടം. 5. തൂക്കുസഭയോ അവിശ്വാസ പ്രമേയമോ ഉണ്ടായാൽ പുതിയ തെരഞ്ഞെടുപ്പിനായി സമിതി ശുപാർശ ചെയ്യും. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ലോകസഭ മുൻപത്തെ കാലാവധിയുടെ ശേഷിക്കുന്ന കാലയളവ് സേവിക്കും. അതേസമയം നേരത്തെ പിരിച്ചുവിട്ടിട്ടില്ലെങ്കിൽ ലോകസഭയുടെ കാലാവധി തീരുന്നത് വരെ സംസ്ഥാന അസംബ്ലിക്ക് തുടരാം. ഇങ്ങനെ കുറച്ചു നിർദ്ദേശങ്ങളാണ് വയ്ക്കുന്നത്.